അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് അഞ്ജന സണ്ണി, ഇതെൻ്റെ ഹസ്ബൻഡ് ജസ്റ്റോ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്നിവിടെ നിൽക്കാൻ പോലും ഒരു യോഗ്യതയില്ലാത്തവരാണ് ഞങ്ങൾ. എങ്കിലും എൻ്റെ അമ്മ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 8 വർഷമായിട്ട് സൗദി ജോലി ചെയ്യുമായിരുന്നു. ഞാൻ അമ്മ മാതാവിനെ കുറിച്ച് കേൾക്കുന്നത് അധികവും എൻ്റെ അക്രൈസ്തവയായ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ്. ശ്രീ എന്നാണ് അവളുടെ പേര്. അവളിവിടെ വന്ന് അവിടെ ഉടമ്പടി എടുത്തതും അമ്മ അവൾക്ക് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞത് കേട്ട് ഒരുപാട് അവൾ എന്നെ പ്രൊമോട്ട് ചെയ്യാറുണ്ടായിരുന്നു, ഉടമ്പടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് മൊബൈലിലൊക്കെ യൂട്യൂബിലൊക്കെ ധ്യാനങ്ങളൊക്കെ കൂടും. അച്ഛൻ്റെ ധ്യാനം കാണാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അവിടെ ഇരുന്നൊരു ആഗ്രഹം തോന്നിയിരുന്നു അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് വരണമെന്ന്. ഞങ്ങളിടയ്ക്ക് വെക്കേഷന് വരും, ഞങ്ങൾ പറയും നമുക്ക് ആലപ്പുഴയ്ക്ക് പോകണം, മാതാവിനെ കാണണം. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ അത് മുടങ്ങിപ്പോകും. ഞങ്ങൾക്ക് ഇങ്ങ് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഒരു തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്, എന്തിനോ ഇതിലൂടെ പാസ് ചെയ്ത് പോയപ്പോൾ ജസ്റ്റ് ഞങ്ങളിവിടെ ഒന്ന് കയറി. അന്ന് എൻ്റെ മോനുണ്ടായ സമയത്ത് അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, എൻ്റെ മാതാവ് എൻ്റെ കൊച്ചിനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റണം, എൻ്റെ ഹസ്ബൻഡിന് അവിടെ ഒരു ജോലി കിട്ടണമെന്ന്. അന്ന് ഞാൻ പറഞ്ഞിട്ട് പോയ കാര്യം അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഉടമ്പടി പോലും എടുക്കാതെ അന്ന് എൻ്റെ ഹസ്ബൻഡിന് സൗദിയിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞ് കാലങ്ങൾ കടന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പിന്നെ വന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ന്യൂസിലൻഡ് പോകാം എന്നൊരു ഡിസിഷൻ എടുത്തു, മക്കളെയും കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ന്യൂസിലൻഡ് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം ജൂൺ 17-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ന്യൂസിലൻഡിന് പോകുന്നതിന് മുമ്പേ എനിക്കറിയാമായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര ക്രൈസിസ് ആണെന്നും ആർക്കും ജോലി കിട്ടുന്നില്ല, എല്ലാവരും തിരിച്ചു പോരുക എന്നുള്ള ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടേ പോലും അന്ന് ചെറുതായിട്ടൊരു അഹങ്കാരം എനിക്ക് തോന്നി. അന്ന് എനിക്ക് 12 വർഷത്തെ ഓപ്പറേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. കൂട്ടുകാർ പറഞ്ഞു, ഏജൻസിക്കാരൊക്കെ പറഞ്ഞു, നിനക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും, നിനക്ക് ഇത്ര എക്സ്പീരിയൻസ് ഒക്കെ ഇല്ലേ. ഞാനന്ന് ഉടമ്പടി എടുത്തു, ഇവിടുന്ന് പോയി. അന്ന് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അവിടെ ചെന്നു ക്യാബ് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിൽ പോലും ഒരു ദിവസം പോലും ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല. അന്ന് എല്ലാ ദിവസവും രാവിലെ 5:30 ആകുമ്പോൾ എണീറ്റ് 5:45 പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോകും. അന്ന് കാര്യങ്ങളൊക്കെ നടന്നുപോയി. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഒരുപാട് ജോലിക്ക് ട്രൈ ചെയ്തു. 4 മാസത്തോളം ഞാൻ അവിടെ നിന്ന് ജോലിക്ക് അപ്ലൈ ചെയ്തു. എല്ലാ റിജക്ഷൻ, ഒരെണ്ണം പോലും സക്സസ് ആയില്ല. ഒരുപാട് സങ്കടമുണ്ടായി. എന്നാലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഞാൻ ഉടമ്പടിയിലല്ലേ, എൻ്റെ മാതാവ് എന്നെ അങ്ങനെ കൈവിടില്ല. ഇവൻ ഈ ചാനലിൽ പോലും ഞാൻ പറയും, അങ്ങനെ മാതാവ് നമ്മളെ കൈവിടില്ല കേട്ടോ, ഞാൻ ഉടമ്പടിയിലല്ലേ, മാതാവ് എനിക്ക് തരും. അങ്ങനെ ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു ഓസ്ട്രേലിയയ്ക്ക്. ഞാനത് വെറുതെ അപ്ലൈ ചെയ്തു. ജസ്റ്റ് CV മാത്രം ഞാൻ സെൻഡ് ചെയ്തേ ഉള്ളൂ. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കൊച്ചും സെൻഡ് ചെയ്തു. അവൾക്കും സെയിം ഈ ഓപ്പറേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് അവർ സെലക്ട് ചെയ്തു. അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അന്നെനിക്ക് ഒരുപാട് സന്തോഷമായി. അതുകൂടെ ടെൻഷനുമായി. ഓസ്ട്രേലിയൻകാരാണ്, അവരുടെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവുമോ എന്താവും അറിയില്ല. എന്നാലും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് ഈ കാശ് രൂപവും കൊന്തവും എനിക്കിതെന്നൊരായതും എൻ്റെ ധൈര്യമാണ്. ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇത് ഞാൻ താഴെ വെച്ചിട്ടില്ല. എവിടെ പോയാലും ഞാൻ കൊണ്ടുപോകും. ഇതെനിക്കൊരു കൂട്ടാണ്. ഈവൻ ഇച്ചാനൊരു അസുഖമോ എന്തെങ്കിലും ഒന്ന് വയ്യായി തോന്നി ഉടനെ ഞാനിതെടുത്ത് കഴുത്തലിട്ടിട്ട് ഞാൻ പറയും, ഇത് ഇട്ടോട്ടോ, ഇതൊരു നമുക്കൊരു ധൈര്യമാണ്, നമുക്കൊരു സംരക്ഷണമാണ്. ഈവൻ എൻ്റെ കൊച്ചിന് അസുഖം വന്നാലും കിടത്തി ഉറക്കുമ്പോൾ ഞാനിത് കഴുത്തലിട്ടിട്ടേ കിടത്താറുള്ളൂ. അങ്ങനെ എന്തായാലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം നാവി തേച്ച് കമ്പ്യൂട്ടറിൽ തേച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഈ ഉടമ്പടി കാശ് രൂപം കൈപ്പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യം അവരൊന്നും പറഞ്ഞില്ല. അവരെന്താ എൻ്റെ ഡിമാൻഡ് എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 19-ാം തീയതി ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് പോരുന്നതിന് മുന്നേ അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. അന്ന് ഞാൻ ഇച്ചാനോ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെറും കൈയോടെ ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ചു പോരില്ല, അമ്മ എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് ജോലി തന്നിട്ടുണ്ട്, എനിക്ക് ഓസ്ട്രേലിയയിൽ ഓഫർ ലെറ്റർ തന്നു. പിന്നെ ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുത്തു, നാട്ടിൽ വന്നു. കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ടായെങ്കിൽ പോലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വിസയുടെ കാര്യങ്ങളും പോലീസ് ക്ലിയറൻസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ പോലും എല്ലാ സമയത്തും നടക്കും. വിഷമം ഉണ്ടായി, ടെൻഷനുണ്ടായി, എന്നാലും ഇതൊരു ധൈര്യമായിരുന്നു. നടക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. അത് എന്നെക്കാളും ധൈര്യം എൻ്റെ ഇച്ചാനുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മധൈര്യം തരുന്ന ആളാണ്. നീ പ്രാർത്ഥിക്കുന്നതല്ലേ, നീ എന്തിനെങ്ങനെ വിഷമിക്കണേ, ആ സമയത്ത് നടക്കും, നീ ടെൻഷൻ അടിക്കാതെ, തരേണ്ട സമയത്ത് അമ്മ നിനക്ക് തരുമെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. ഇപ്പം ഞാനാണ് ഉടമ്പടി എടുത്തെങ്കിൽ പോലും എൻ്റെ കൂടെ ധൈര്യത്തിന് എൻ്റെ ഇച്ചാൻ എൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ മക്കളാണെങ്കിൽ പോലും, ഇവൻ മക്കൾക്കൊരു അസുഖം വന്നാൽ പോലും ഞാൻ ആദ്യം എടുക്കുന്ന മാതാവിൻ്റെ തൈലവും ഉപ്പുക. അതിപ്പോൾ മക്കൾക്കും അറിയാം. അവർ 2 പേരും ഓടി എൻ്റെ അടുത്ത് വരും. എന്തെങ്കിലും ഒരു പനി വന്നാലോ ചുമ വന്നാലോ ആദ്യം അവർ വന്ന് ചോദിക്കുന്നത് അമ്മയെ ഉപ്പുക അല്ലെങ്കിൽ അമ്മയെ തൈലം തന്ന എൻ്റെ മക്കൾ. ഒരാൾക്ക് 4 വയസ്സേ ഉള്ളൂ, ഒരാൾക്ക് 5 വയസ്സേ ഉള്ളൂ. 2 ആൾക്കും അറിയാം. ഞങ്ങൾ ആലപ്പുഴ പോകാമെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും മാതാവിൻ്റെ അടുത്ത് പോകണമാണോ, അതും അവർക്കറിയാം. ഞാനിരുന്ന് ധ്യാനം കൂടുമ്പോഴാണേലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും അവരെന്നെ ഒന്ന് ശല്യപ്പെടുത്തില്ല. അമ്മ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഡോർ അടിച്ചിട്ട് പോകും. ഒരാളാ കാണുന്നെങ്കിൽ മറ്റേ ആളോട് പോയി പറയും അമ്മ പ്രാർത്ഥിക്കുക കേട്ടോ, അമ്മ അടുത്തേക്ക് പോകണ്ട. അത്രയും ഇപ്പം എൻ്റെ മക്കൾ അത്രയും കുഞ്ഞു പ്രായമാണെങ്കിൽ പോലും അവർക്കും മാതാവിനെ അറിയാം. അവരും ആ മാതാവിൻ്റെ പാതയിൽ വളരാൻ
അതെൻ്റെ അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. മാതാവിനോട് അത്ര അടുക്കാൻ പറ്റിയത്. നമ്മളെല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ എത്ര പേര് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്? അത് വലിയൊരു അനുഗ്രഹം. അതിന് ഞാൻ സാക്ഷിയാണ്. കാരണം എൻ്റെ കൂട്ടത്തിൽ 130 പേര് ക്യാപ് കോഴ്സ് ചെയ്യാൻ പോയിട്ട് 100 പേരോളം അവിടുന്ന് ജോലി ഇല്ലാണ്ട് ഒരുപാട് വിഷമിച്ച് തിരിച്ചു പോകുന്നു. കാരണം ആർക്കും തന്നെ ജോലി കിട്ടിയില്ല. ന്യൂസിലൻഡിലെ സിറ്റുവേഷൻ അത്, അവിടെ ക്രൈസിസാണ്, ഫൈനാൻഷ്യൽ പ്രോബ്ലമാണ്. പക്ഷേ എൻ്റെ അമ്മ അവിടുന്ന് എന്നെ വെറും കൈയോടെ പഴിഞ്ഞയച്ചില്ല. അതാരും പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എൻ്റെ അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും നമ്മൾ അമ്മേനെ മുറുകെ പിടിച്ചാൽ അത് ഉറപ്പാണ്, നമ്മുടെ അമ്മ നമ്മളെ കൈവിടില്ല. അത് എൻ്റെ ജീവിതം ഒരു സാക്ഷിയാണ്. ഞാൻ ഈ ഞായറാഴ്ച എനിക്ക് വിസ വന്നു, എൻ്റെ ടിക്കറ്റ് എടുത്തു. ഈ ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരം ഞാൻ ഓസ്ട്രേലിയക്ക് പോവുകയാണ് ജോലിക്ക് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു സന്തോഷവും ഒരു സാക്ഷ്യമാകാൻ എനിക്കറിയില്ല. എൻ്റെ ഒരു ജീവിതമാണ്. അമ്മയുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല. എന്നാൽ പോലും അമ്മ ഇവിടെ കയറി നിൽക്കാൻ എനിക്കൊരു അവസരം തന്നതിന് ഒരുപാട് ഞാൻ നന്ദി പറയുക. ഇന്നിവിടെ വന്നപ്പോൾ പോലും എനിക്കറിയില്ലായിരുന്നു എൻ്റെ സാക്ഷ്യം ഇവിടെ കയറി നിന്ന് പറയാൻ പറ്റുമോ, ഒന്നും അറിയില്ല. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്, അതൊന്നും അറിയാതെ വന്നത്. പക്ഷെ ഞാൻ ഇവിടുന്നും വെറും കോഴിയോടെയല്ല പോണത്. എൻ്റെ അമ്മ ഈ തിരുനട കയറി നിൽക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തന്നു. ഇനി മുന്നോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, PR കാര്യങ്ങളൊക്കെ. എനിക്ക് ഉറപ്പാണ് ഇത്രയും തന്ന മാതാവിനെ അങ്ങോട്ട് എനിക്ക് തരും. എന്നെ കൈവിടില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബം ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കും. കാരണം മക്കൾ ഒരിടത്ത്, ഞാൻ ഒരിടത്ത്, അതിനൊന്നും ഇനി എന്നെ അമ്മ സമ്മതിക്കില്ല. ഞങ്ങളമ്മ ഈശോയ്ക്ക് ഇഷ്ടമുള്ള തിരുക്കുടുംബമായിട്ട് എൻ്റെ കുടുംബത്തെ മാറ്റുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ആത്മീയ കാര്യങ്ങളായിട്ട് ഞാൻ ആക്ച്വലി പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്ക് പേഷ്യൻസിനോട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. കാരണം അൺകോൺഷ്യസ് ആയിട്ട് വരുന്ന പേഷ്യൻറ്റ് അൺകോൺഷ്യസ് ആയിട്ട് തന്നെ തിരിച്ചു പോകുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു 5 മാസത്തോളം പേഷ്യൻ്റ് കെയർ ചെയ്യാൻ പറ്റി. ഏജ് കെയർ ഹോമിലാണ്. അവിടെ എല്ലാം നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരാണ്, ഓർമ്മ നഷ്ടപ്പെട്ടവരും അങ്ങനെ ഡിമെൻഷ്യ അങ്ങനെയുള്ള അസുഖങ്ങൾ വന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഭയങ്കര വയലൻ്റ് ആയിരിക്കും. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ലാംഗ്വേജ്, അവരവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പാണ് ആൾക്കാർ. അവരോടൊക്കെ ഞാൻ ഓരോ സമയം ഇടപെടുമ്പോഴും ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യാൻ പറ്റി. കാരണം ന്യൂസിലൻഡ് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവരെ ഞാൻ എൻ്റെ സ്വന്തക്കാരെ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കാരെ പോലെ കണ്ട് ട്രീറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പറ്റി. പിന്നെ നാട്ടിലാണേലും ഈശാനും മമ്മിയൊക്കെ ആണേലും അവരുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആരെയും അവർ വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ല. ഞങ്ങളാൽ കഴിയുന്ന സഹായം എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എല്ലാ ദിവസവും കുരിശ് വരയ്ക്കും. കൊന്ത ഞാൻ എൻ്റെ ഒരു അറിവുള്ള പ്രായം മുതൽ കൊന്ത ഞാൻ മുടക്കിയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും പണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോലെ ഈ റീൽസൊക്കെ കാണുമല്ലോ, അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിലൊരു വിഷമമാണ്. ഞാൻ അതങ്ങ് നിർത്താൻ തുടങ്ങി. ഇപ്പം ഞാൻ അധികവും അച്ഛൻ്റെ പ്രസംഗമോ അല്ലെങ്കിൽ നമ്മുടെ സാക്ഷ്യങ്ങളോ അതൊക്കെ എനിക്കൊരു ആശ്വാസം. ഞാൻ കൂടുതലും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, ഞാൻ ന്യൂസിലൻഡിലേക്ക് ആയിരുന്ന സമയത്ത് 4-5 മണിക്കൂറോളം എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന കണ്ട് എൻ്റെ കൂടുതലുള്ള കുട്ടി എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവളുടെ അമ്മയാണേലും പറയും, ഇപ്പോഴും അവൾ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷെ അവൾ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവൾ എന്നും ചെല്ലുന്നുണ്ട്. അത് അഞ്ജന പറഞ്ഞു കൊടുത്തതാണ്. അവളത് മറന്നിട്ടില്ല എന്ന് അവളുടെ അമ്മയെ വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്. എന്നിൽ കൂടെ കുറച്ചാണേലും അമ്മയെ എനിക്ക് ആർക്കെങ്കിലുമൊക്കെ പകർന്നു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1:49 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത് പോലെ അഞ്ജന എന്ന ഈ മകൾക്ക് താൻ ന്യൂസിലൻഡിലേക്ക് പോകാനുണ്ടായ സാഹചര്യങ്ങൾ, അവിടെ ചെന്നതിന് ശേഷം തനിക്ക് ക്യാപ് കോഴ്സ് അത് നടന്നില്ല, തൻ്റെ ജോലി സാധ്യതകളൊന്നും ആയില്ല, താൻ വെറും കൈയോടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ പലരും അവിടുന്ന് തിരിച്ചു പോരേണ്ടി വരുന്ന സാഹചര്യത്തിൽ തനിക്ക് അവിടെ ഒരു രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു CV തനിക്ക് ഫേസ്ബുക്കിലൂടെ അത് ക്ലിയറായിട്ട് ചെയ്യുവാനും അങ്ങനെ ആ CVയിലൂടെ തനിക്ക് ഒരിക്കലും രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകുവാനായിട്ട് യാതൊരു ചാൻസും ഇല്ല എന്നാണ് ഈ മകളിവിടെ പറഞ്ഞത്. എന്നാൽ ഈ മകൾക്ക് വേണ്ടിയിട്ട് കരുതി വച്ചിരുന്ന പദ്ധതി അവിടെ അങ്ങനെ അമ്മ ആ പദ്ധതിക്ക് തുടക്കമിട്ട് ഇന്ന് തൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറായി താൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിൽ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ താൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, തൻ്റെ ഡ്യൂട്ടി അവിടെ ആയിരുന്നു. എന്നാൽ കുറച്ച് മാസങ്ങൾ തനിക്ക് പ്രായമായവരെ കെയർ ഹോമിൽ അവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ട കൃപ ലഭിച്ചപ്പോൾ അത് ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ട് പിന്നീട് ഈ മകൾ ഏറ്റെടുക്കുകയാണ്. തൻ്റെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ആ പേഷ്യൻസിനെ അവരെ വളരെ സ്നേഹത്തോടെ പരിചരിക്കുവാൻ അത് തനിക്ക് കഴിഞ്ഞത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് അഞ്ജന കാണുന്നത്. അതുപോലെ തൻ്റെ മറ്റു പലതിനും പോയിക്കൊണ്ടിരുന്ന സമയം ഇന്ന് കൂടുതൽ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കി മാറ്റുന്നു. ജപമാലയും അതുപോലെ തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറ്റപ്പെടുന്ന വിശ്വാസ ദീപം, ഇതൊക്കെ ഉടമ്പടിയുടേത് മാത്രമാണെന്നാണ്
അഞ്ജന പങ്കുവയ്ക്കുക. അങ്ങനെ പരിശുദ്ധ അമ്മ കൂടെ നടന്ന് തന്നെയും കുടുംബത്തെയും നടത്തുമ്പോൾ തൻ്റെ ഹസ്ബൻഡും എല്ലാവരും ഇന്ന് എങ്ങനെയാണ് വിശുദ്ധിയോടെ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട്, ജീവിതത്തിൽ എന്ത് വന്നാലും അതിലൊന്നും ഭയപ്പെടേണ്ട, നീ അമ്മയോടല്ലേ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ഇവിടെ ഒരു മെൻറ്ററാകുന്നു. എല്ലാ രീതിയിലും പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അമ്മ തരുന്നത് ആത്മധൈര്യമാണ്. അങ്ങനെ സാധിക്കാത്ത കാര്യങ്ങൾ സാധിക്കുന്നു. തൻ്റെ പല കൂട്ടുകാരും പലരും തന്നോടൊപ്പം പോയവർ പലരും വെറുങ്കയോടെ തിരിച്ചു വരേണ്ടി വന്നപ്പോൾ തന്നെ അതിനനുവദിക്കാത്ത അമ്മയുടെ കരുതലിന് ഈ മകൾ നന്ദി പറയുകയാണ്. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.